എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പഴം വീട്ടിലുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുക നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 2 വലിയ നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. ഈ നേന്ത്രപ്പഴം ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കണം. നല്ലോണം പഴുത്ത പഴമാണ് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് വാട്ടിയെടുക്കാനുള്ളതാണ്. പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ പഴുത്ത പഴം എടുക്കുന്നതാണ് നല്ലത്. ഇതേ രീതിയിൽ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ മുഴുവനായിട്ടും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ 1/4 കപ്പ് അളവിൽ പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. പഴം നല്ല മധുരമുള്ളതായതുകൊണ്ട് തന്നെ പഞ്ചസാര കൂടുതൽ എടുക്കുന്നില്ല. പിന്നെ ഇതിലേക്ക് 3 ഏലക്കായും കൂടി ചേർത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കുകയാണ്. പഞ്ചസാര പൊടിച്ചെടുത്തിട്ട് മാറ്റി വെക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് പാൻ നല്ലോണം ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യാണ് ഇട്ടെടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പഴം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. നല്ലോണം വഴന്ന് വന്നിട്ട് ഇതൊന്ന് ഉടഞ്ഞ് കിട്ടുന്ന രീതിയിലാണ് നമുക്ക് വേണ്ടത്. പഴം നല്ലോണം ചൂടായി കിട്ടിയാൽ തന്നെ നന്നായിട്ട് ഉടഞ്ഞ് കിട്ടിക്കോളും. ചെറുതായിട്ടൊന്ന് ഉടഞ്ഞ് കിട്ടിയാൽ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള പൊടിച്ച പഞ്ചസാര ഇതിലേക്ക് ഇട്ടെടുക്കാം. മുഴുവനായിട്ടും ഇട്ടെടുത്തിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരകിയതാണ് ഇട്ടെടുക്കുന്നത്. ഈ തേങ്ങ എല്ലാ ഭാഗത്തും മിക്സായി കിട്ടോളം ഇളക്കി കൊടുക്കാം. പഴം നല്ല രീതിയിൽ തന്നെ ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഈ പാനിൽ തന്നെ 1/4 കപ്പ് റവ എടുത്തിട്ട് ഒന്ന് വറുത്തെടുക്കാം. 1/4 കപ്പ് റവയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. കൂടുതൽ സമയം വറുത്തെടുക്കേണ്ട ആവശ്യമില്ല. ഈ റവ ഒന്ന് ചൂടായി കിട്ടിയാൽ മതി. റവ നല്ലോണം ചൂടായി കിട്ടിയാൽ ഇതിലേക്ക് പാലാണ് ഒഴിച്ചെടുക്കുന്നത്. അപ്പോൾ ഇവിടെ 1/2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. പാൽ ഇതിലേക്ക് ഒഴിച്ചെടുക്കാം. പാലില്ല ചെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ചെടുത്താലും മതി. പാലാകുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ടേസ്റ്റ് നമുക്ക് കിട്ടും. നന്നായിട്ട് ഇളക്കിയിട്ട് ഒന്ന് കുറുക്കിയെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുറുക്കിയെടുക്കാം. റവ നല്ലോണം തിക്കായി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലായി വരുമ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള പഴം ഇതിലേക്ക് ഇട്ടെടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് പഴവും റവയും കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഫ്ലെയിം കൂട്ടി വെക്കരുത്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇങ്ങനെ ചെയ്തെടുക്കാൻ. ഇപ്പോൾ നന്നായിട്ട് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം.
ഒന്ന് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ചൂടാറി കിട്ടിയാൽ ഒന്നും കൂടി ഹാർഡായി വരും. അപ്പോൾ നമുക്ക് കുഴച്ചെടുക്കാൻ നല്ല ഈസി ആയിരിക്കും. ചൂടാറിയതിന് ശേഷം ഇതേപോലെ ചെറുതായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇനി ഇതിൽ നിന്നും ചെറുതായിട്ടൊന്ന് നുള്ളിയെടുത്തിട്ട് ചെറിയൊരു ബോൾസാക്കി പരത്തിയെടുക്കാം. കൈകൊണ്ട് തന്നെ പ്രസ് ചെയ്തിട്ട് നമുക്ക് വേണ്ട ഷേപ്പിലാക്കിയെടുക്കാം. ഞാനിതാ ഇതേ ഒരു രീതിയിൽ ഈ ഷേപ്പിലാണ് ആക്കിയെടുക്കുന്നത്. ബാക്കിയുള്ളതും കൂടി ഇതേപോലെ ചെയ്തെടുക്കാം. നല്ല സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതേപോലെ മുഴുവനായിട്ടും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചെടുക്കുന്നത്. വെളിച്ചെണ്ണയ്ക്ക് പകരം നെയ്യും ഒഴിച്ചെടുക്കാം. ഒന്ന് ചുറ്റി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. നമ്മൾ മുക്കി പൊരിക്കുന്നില്ല, ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. മീഡിയം ഫ്ലെയിമിലായിട്ട് തന്നെ വെച്ചെടുക്കുക. അധികം വേവാനൊന്നുമില്ല, എല്ലാ സാധനവും വെന്തതാണ്. രണ്ട് ഭാഗം ഒന്ന് മുരിഞ്ഞ് കിട്ടിയാൽ മാത്രം മതി. അടിഭാഗം ഒന്ന് മുരിഞ്ഞു വന്നാൽ ഒന്ന് മറിച്ചിട്ടെടുക്കാം. രണ്ട് ഭാഗവും സെറ്റായി കിട്ടിയിട്ടുണ്ട്. നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ബാക്കിയുള്ളതും കൂടി ഇതേപോലെ ചെയ്തെടുക്കാം. അങ്ങനെ മുഴുവനായിട്ടും ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്